എന്റെ പൊന്നു മോട്ടോ, നീ ഇവിടെ എന്താ ചെയ്യാ? ഇതൊക്കെ കണ്ടോ എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നെന്ന്? ഇത്രയും വലിയ മുട്ടയോ? എവിടുന്ന് പിടിച്ചോണ്ട് വരുന്നു? കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. നീ ഇത് പൊട്ടിക്കുന്നാ തോന്നുന്നേ. വളരെ നന്നായി. ഇന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ദേ തന്നിരിക്കുന്നു. എനിക്കാണ് ഒടുക്കത്തെ വിശപ്പും. അതായത് ഞാനൊരു കാട്ടിലേക്ക് പോയി. അവിടെ ഒരു പഴയ ഗുഹയുണ്ടായിരുന്നു. അതിനകത്തേക്ക് ധൈര്യം സംഭരിച്ച് കേറി. അവിടെ നിന്നാണ് എനിക്ക് ഇത്രയും വലിയ മുട്ട കിട്ടിയത്. അതെടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. മോട്ടു, അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാ. ഭയങ്കര വിശപ്പ്. ഇത്രയും വലിയ മുട്ട കൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ വിശപ്പ് മാറിക്കോളും. നീ എന്താ പറഞ്ഞ? മുട്ടയും കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണമെന്നോ? ഇതിനകത്തിരിക്കുന്ന ജീവൻ പുറത്തേക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അപ്പഴാ തന്റെ ഒരു ഓംലെറ്റ്. നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയോ? ഈ മുട്ട ആരുടെയാണെന്നുള്ളതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടെ വയറ്റിൽ പോകുന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് പിടിച്ചു. ഇനി മുട്ടയിലെങ്ങാനും തൊട്ടു പോയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. തീറ്ററപ്പായി വന്നിരിക്കുന്നു. എന്ത് കണ്ടാലും എടുത്ത് വിഴുങ്ങണം. തീറ്റയെ കുറിച്ച് മാത്രമുള്ളൂ ശുഷ്കാന്തി. വയറൻ. നല്ല എരിവുള്ള സമൂസ. ആലോചിച്ച് കഴിക്കണം. ഈറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്. എന്നെ പൊട്ടനാക്കാൻ നോക്കുവാണോ? അയ്യോ, ചുണ്ടലിക്ക് വെച്ച പാഷാണം പെരിച്ചാഴി തിന്നത് പോലെ ഉണ്ട്. നീ എന്തിനാ അങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? നിന്റെ രക്തസമ്മർദ്ദം കൂടുവന്നേ. ഒരു മുട്ടയ്ക്ക് വേണ്ടിയല്ലേ നീ നിന്റെ കൂട്ടുകാരനെ ഇങ്ങനെ ഇടിച്ച് പരുവത്തിലാക്കിയത്? വെറും ഒരു മുട്ടയ്ക്ക് വേണ്ടി. എന്റെ അടുത്ത് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിന്റെ അടുത്ത് എന്താണുള്ളത്? നിന്റെ അടുത്ത് എന്താണുള്ളത്? പറ, എന്നോട് പറ. എന്റെ കയ്യില് ഒരു മുട്ടയുണ്ട്. മോട്ടു, മുട്ട പൊട്ടി. മുട്ടയുടെ അകത്തുനിന്ന് ഇപ്പൊ ഒരു കുട്ടി വരും. നമുക്ക് വേഗം ചെന്ന് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിൽ നിന്ന് കുഞ്ഞ് പുറത്തു വന്നാ പിന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്ലീസ് വാ പത്തലു. എന്റെ കയ്യിൽ നിന്ന് വിട. മോട്ടോ നോക്കേ, ഒരു ഡൈനോസോറാ വന്നിരിക്കുന്ന. അതും പറക്കാൻ ശക്തിയുള്ള ഡൈനോസോറ്. എന്ത് രസമല്ല അതിനെ കാണാൻ. വായോ വായോ എന്റെ കുഞ്ഞു വാവേ. ഡൈനോസറിന്റെ കുട്ടിയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് ഞാൻ വെറുതെ വിടില്ല. എന്റെ മുഖം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. എന്റെ മുഖം തന്തൂരി അടുപ്പിലിട്ടെടുത്തതുപോലെ ആക്കി കളഞ്ഞല്ലോ. ഇനി അധികം സംസാരിച്ചാൽ മുഴുവനും വേവിച്ചെടുത്തേക്ക്. ഇതാ നിനക്കുള്ള ഭക്ഷണം, കഴിച്ചോളൂ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് വേറെ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. നീ അതുവരെ ഇവിടെ ഇരിക്കുക. എന്റെ മുഖം. കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? സമൂസ കഴിക്കുന്നോ? കഴിക്കു കുട്ടാ. എന്റെ അമ്മ വീണ്ടും എന്റെ മുഖം നശിപ്പിച്ച് കളഞ്ഞല്ലോ. പുകയുന്നേ.
വെറുതെ വിടില്ല ഞാൻ. ആ പത്തില് നല്ല എരിവുള്ള സമൂസ ഉണ്ടാക്കി വെച്ചത് എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടാ. കാണിച്ചു കൊടുക്കാം. ഇനി അടുത്ത് എന്ത് ദുരന്തമുണ്ടാക്കാനാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മോട്ടോ ഇവന് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഭക്ഷണമില്ല. നിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക്. ഇവിടെ കഴിക്കാനുള്ളതൊഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് കിട്ടും. അതൊക്കെ വേണേ നിങ്ങളെ എടുത്ത് കഴിച്ചോ. കസേരയോ? കസേര കഴിക്കണേ, കഴിച്ചോ. ഗുഡ് ബോയ്. എന്താ വേണ്ട വേണ്ട. അയ്യോ അതൊന്നും കഴിക്കരുത് കഴിക്കരുത്. അയ്യോ അത് കഴിക്കരുത് കഴിക്കരുത് കഴിക്കരുത്. വേണ്ട വേണ്ട അത് വേണ്ട വേണ്ട. അയ്യോ അത് കഴിച്ചു. മക്കളു ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നീ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അത് വിട്ടേക്ക്. അത് വേണ്ട അത് കഴിക്കരുത്. അയ്യോ അത് വേണ്ട വേണ്ട കഴിക്കരുത്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. നമ്മളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിയില്ലേ? ഇതുപോലത്തെ ഒരു മരണം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. ഐഡിയ എന്നാ പിന്നെ നമുക്ക് ഡോക്ടർ ജഡ്കൈ പോയി കാണാം. അദ്ദേഹം നല്ലൊരു ഐഡിയ തരും. ചോട്ടോ നീ പുറത്ത് എവിടെയും പോകരുത്. നല്ല കുട്ടിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. വെള്ളപ്പൊക്കം വന്ന കേരളത്തെ പോലെ എല്ലാം ശൂന്യമായി. ഹലോ ഹലോ തനിക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് മൈ നെയിം ഇസ് ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഈ ഇൻസ്പെക്ടർ ചിങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഇംപോസിബിൾ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ആരാണെങ്കിലും ശരി, ഞാൻ അവരെ വെറുതെ വിടില്ല. ഈ ചിങ്കത്തിനിടുന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. എന്റെ അപ്പച്ചി. അല്ല പത്തിലു, സ്നേഹിത നിനക്ക് എന്താ പറ്റിയത്? ഈ കാലത്ത് ഡൈനോസർ അത് ഇതെന്നൊക്കെ പറഞ്ഞ അതിനൊന്നും ഒരു ചാൻസും ഇല്ല. അല്ല ചോട്ടോ നീ എങ്ങനെ പൊളിച്ചെടുത്തല്ലോ. ഒരു പക്ഷേ ഇവര് പറഞ്ഞത് ശരിയായിരിക്കും. ഈ കാലത്തും ഡൈനോസർ വരാൻ സാധ്യത ഉണ്ട്. ഇതിനെ വെച്ച് നമുക്കൊരു ഷോ നടത്താം. എന്നിട്ട് കോടികൾ സമ്പാദിക്കാം ഡോക്ടറെ. എന്തൊരു ബുദ്ധിയാ നിനക്ക്! എന്റെ അറിവിൽ ആദ്യമായിട്ട് അതിന്റെ ബുദ്ധി ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത്ഭുതം തന്നെ. ആദ്യം ഇതിനെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കേ. നാളെ വൈകുന്നേരം നമുക്ക് ഈ ഡൈനോസറിനെ വെച്ച് ഷോ തുടങ്ങാം. മോട്ടോ ഇപ്പോഴാണ് എനിക്ക് തൃപ്തിയായേ. അവിടെ നിൽക്ക്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഈ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? സാറേ ഇതിനകത്ത് ഞങ്ങളുടെ ചോട്ടുവാ. അതല്ല സാറേ, ഇത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാ. സാധനങ്ങളാണോ അതോ ചോട്ടുവാണോ? ആലോചിച്ച് പറയൂ. പക്ഷെ സത്യം പറയണം, മൈൻഡ് ഇറ്റ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. അതുകൊണ്ട് ഈ പെട്ടി വേഗം തുറന്നേ. എന്റെ അമ്മോ! ഏയ് അവിടെ നിക്ക്. നിയമത്തിന് വഴങ്ങണം. ഏയ് അവിടെ നിക്ക്. നിന്നോട് നിൽക്കാൻ പറഞ്ഞത് അവിടെ നിക്ക്. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ഹൈലി ഇംപോസിബിൾ. ചോട്ടോ രക്ഷിക്കണേ! 去！
ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസ് ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അതോടൊപ്പം നമ്മുടെ കാര്യത്തിൽ രക്ഷയില്ലേ? ചോട്ടു, ആ പോകുന്നത് നിന്റെ വർഗത്തിൽപ്പെട്ടതാന്നാ തോന്നുന്നേ. ഈ ലോകം നിനക്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല. നീ പോയിക്കോ നിന്റെ ലോകത്തേക്ക്. ഞാനും നിന്നെ വേണമെന്ന് വെച്ച് വേദനിപ്പിച്ചിട്ടില്ല. എന്നോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ബായ് ചോട്ടു, ബായ്. സ്വാഗതം, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതകരമായ ഡൈനോസർ ഷോ കാഴ്ചവെക്കാൻ പോകുന്നു. സ്വാഗതം, എല്ലാവരും വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഈ നൂറ്റാണ്ടിൽ ആദ്യമായി കാണാൻ പോകുന്ന ഡൈനോസർ ഷോ. എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? കയറി വരണം. ഒരു തവണ ഡൈനോസറിനെ കാണാൻ 1000 രൂപയാണ്. ഈ അവസരം നിങ്ങൾക്ക് വീണ്ടും കിട്ടില്ല. അത്ഭുതം. കാണാത്തവരൊക്കെ കാണുക. എനിക്കും വേണം ഒരെണ്ണം. ഹലോ സ്നേഹിത മോട്ടു, നമ്മുടെ ടിക്കറ്റുകൾ എല്ലാം വിറ്റ് കഴിഞ്ഞു. നീ കറക്റ്റ് ആയിട്ട് ഡൈനോസറിനെ കൂട്ടി 2 മണിക്ക് വന്നേരെ കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഡൈനോസർ എപ്പോഴേ പോയി. ഇനി അത് തിരിച്ചു വരില്ല. എന്താ പറഞ്ഞത്? ഡൈനോസർ പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി ഇവരോടൊക്കെ ഞാൻ എന്ത് സമാധാനമാ പറയാ? മോട്ടോ, നീ എന്തായി പറയുന്നത്? ഡൈനോസർ പോയെന്നോ? എവിടേക്ക് പോയി? എങ്ങനെ പോയി? പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എനിക്ക് ഡൈനോസറിന്റെ മേക്കപ്പ് വന്നതാണോ മോട്ടു? പൊളിച്ചെടുത്തല്ലോ. ഓ സോറി, ഇതൊക്കെ പത്തില് കാരണം സംഭവിച്ചതാണ്. എനിക്കിതിൽ ഒരു പങ്കും തന്നെ ഇല്ല. മോട്ടു, ഇത് കണ്ടോ? എനിക്ക് കാട്ടിന്ന് പുതിയൊരു മുട്ട കിട്ടി. ഓടിക്കോ. വെറുതെ വിടില്ല. ഞാനിത് പത്തിലോ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? എപ്പ നോക്കുമ്പോഴും വിശപ്പ് തന്നെയല്ലേ? ഒന്നുമില്ലല്ലോ. മതി നിന്റെ പത്രം വായന. വേഗം വല്ലത് കഴിക്കാനുണ്ടാക്ക്. ഞാൻ എന്തിനാ പാചകം ചെയ്യുന്നത്? ദിവസം ഞാനല്ല ചെയ്യുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് നീ ചെയ്യ്. കലണ്ടറിലേക്ക് നോക്ക്. ദിവസം ഞാൻ ചെയ്യണോന്ന് എന്റെ തലയിൽ വല്ലവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന് നീ തന്നെ ചെയ്യേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒന്ന് എന്റെ വിശപ്പ്, രണ്ടാമത്തേത് വിശപ്പ് കാരണം വരുന്ന ദേഷ്യം. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, എന്റെ കയ്യേ വെറുതെ വിടൂല നിന്നെ ഞാൻ. മോട്ടോ, അടുത്തേക്ക് വരരുത്. പത്തിലും മര്യാദയ്ക്ക് അത് താഴേക്കിട്ടോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ താഴേക്ക് ഇടാനാ പറഞ്ഞത്. വെറുതെ വിടില്ലടാ നിന്നെ ഞാൻ. ഞാനെന്ത് ചെയ്യാ? ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. എങ്ങോട്ടായി വലിഞ്ഞു കയറുന്നേ? വേഗം വിടോ. ഇത്ര വേഗത്തിൽ പോയാ മതിയോടാ. നീ ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോടാ. അതെ, അല്ലല്ല. എന്നാ പോയിക്കോ, വേഗം പോയിക്കോ. രക്ഷിക്കണേ. മോട്ടോ, ആലോചിക്ക് സ്നേഹിത, നന്നായിട്ട് ആലോചിക്ക്. നീ ഈ റോക്കറ്റിൽ കയറി പിങ്ക് പ്ലാനറ്റിൽ പോയി ഇറങ്ങുവാണെങ്കിൽ പിന്നീട് ഈ ലോകം തന്നെ നിന്നെ വാഴ്ത്തില്ലേ? നീ ഒന്ന് ആലോചിക്ക്. എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് നീ ആയിരിക്കില്ലേ? പൊളിച്ചെടുത്തല്ലോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എനിക്കിട്ട് പണി തരാൻ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾ ആളൊരു തരികിടയാണല്ലോ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിന്റെ പേര് ചരിത്രത്തിൽ കുറിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ നോക്കുന്നു, പക്ഷെ എന്നെ അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട് മോട്ടു പത്തുലുവിനെ എങ്ങനെ കൊടുക്കണമെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പത്തുലു, എന്താണ് ഓടുന്നത്? നിന്റെ പുറകെ വല്ല ഭൂതം വരുന്നുണ്ടോ? എന്നെ എപ്പോഴും ഒരു ഭൂതം മാത്രമേ ഓടിക്കാറുള്ളൂ. അതിന്റെ പേരാണ് മോട്ടു. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒളിച്ചിരിക്കേ. മോട്ട് വന്നുകഴിഞ്ഞാ നീ ഇവിടെ ഒളിച്ചിരിക്കുന്നത് അവൻ അറിയാൻ പറ്റില്ലല്ലോ. വേഗം വന്ന് കേറിക്കോ. എന്നാ ശരി. നിന്നെ ഞാൻ വെറുതെ വിടില്ല.
നിന്നെ ഇതിനാ പറയുന്നത് ഒന്നെടുത്താൽ മറ്റൊന്ന് സൗജന്യമെന്ന്. ഡോക്ടർ വെറുതെ വാചകടിക്കാതെ റോക്കറ്റ് വിടാൻ നോക്ക്. നീ എന്നെ തല്ലുവല്ലേ? പിടിക്ക് പിടിക്ക് പിടിക്ക്. ആഹാ വേണ്ട, ഇന്ന് പിടിച്ചോ. അടിക്കരുത്. അവിടെ നിക്ക്. വേണ്ട. കാണിച്ചു തരാം നിന്നെ ഞാൻ. എന്നോട് കളിച്ചാൽ ഞാൻ നിന്നെ കളി പഠിപ്പിക്കും പത്തലു. വാതില് കുറ്റിയിട്ടേക്കാം. എന്താ ഇത്? രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എന്റെ ദൈവമേ. പത്തലു, വാതില് തുറക്ക്. ആപത്ത് കാലത്താണ് ആ കൂട്ടുകാരനെ സഹായിക്കേണ്ടത്. കഥക് തുറക്കുന്ന പ്രശ്നമില്ല, വേഗം ഇവിടുന്ന് പോയിക്കോ. നമുക്ക് സന്ധ്യ സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ തീർക്കാം. നീ ഒന്ന് തുറക്ക്. വാതിലൊക്കെ തുറക്കാം, പക്ഷേ 100 ഏത്തോട്ടിട്ട് മാപ്പ് ചോദിക്കണം. എന്താ, സമ്മതാണോ? 100 ഏത്തമിടാനോ? എന്റെ പത്തിലോ, ഞാനിവിടെ ഒരേത്തമിട്ടാലേ പരലോകത്ത് എത്തും പോനെ. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്നെ ഒന്ന് രക്ഷിക്കൂ. എന്റെ പത്തിലു. എന്റെ പൊന്നും പോട്ടോ, നീ പുറത്തെന്താ ചെയ്യുന്ന? അകത്തേക്ക് വാ. ചട്ക നമ്മളെ വഞ്ചിച്ചു പത്തിലു. ജഡ്കയല്ല, ഗസീറ്റയാണ് പറ്റിച്ചത്. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിന് പകരം ചോദിക്കാതെ വിടില്ല. പത്തിലു, ഇതേതാ ഗ്രഹം? ഇവിടെ മുഴുവനും പിങ്ക് നിറത്തിലാണല്ലോ ഉള്ളത്. അത് കണ്ടോ, എത്ര വിഗ്രഹങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. വേഗം വാ, പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താന്ന് നോക്കാം. ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ പത്തിലു, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഞാൻ ഓടിക്കൊണ്ടിരിക്കാൻ നീ കാണുന്നില്ലേ? ഇവര് നമുക്ക് പറ്റിയ ആൾക്കാരാണ്. നല്ല ധൈര്യശാലികളാണ്. ഇവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മോട്ടോ പട്ടിലു, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്. ഇത് കൊള്ളാലോ. നമുക്ക് ഇത്രയും പ്രശസ്തി ഉണ്ടെന്ന് നമ്മൾ പോലും അറിഞ്ഞില്ലല്ലോ. ഇവരെങ്ങനെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയേ? കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ പേര് മനസ്സിലാക്കിയേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറാ. ആണോ? എനിക്കിപ്പോ ഭയങ്കര വിശപ്പ് തോന്നുന്നു. സമൂസ മേടിച്ചു തരാൻ പറ്റുമോ? അതും ആ ഫുർഫുറി നഗരത്തിലെ ചായക്കടയിലെ സമൂസ. നിനക്കെപ്പോഴും സമൂസന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ സമൂസ വരുത്തിക്കാം. കുറച്ച് ക്ഷമിക്കൂ. നല്ല മണം. അല്ല, എവിടേക്കാ പോകുന്ന മോട്ടോ? ഞാൻ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് സമൂസ സമ്മാനിച്ചല്ലോ. സമൂസ, എന്റെ സമൂസ. പോര് പോര്, എന്റെ വായിലോട്ട് പോര്. നിങ്ങൾ ശരിക്കുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഭൂമിയിലേക്ക് അയക്കാൻ പറ്റുമോ? ഞങ്ങള് കേടപേക്ഷിക്കുകയാണ്. ഞങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞു വിടൂ. തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ചയക്കാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങളുടെ ഗ്രഹം കാലഗ്രഹം എന്ന ഏലിയൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം നശിപ്പിച്ചു. എല്ലാരെയും കല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇല്ല, അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ലെന്നോ? എന്നാ പിന്നെ നിങ്ങളെ തിരിച്ചയക്കില്ല. എന്നാ ശരി, ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകൂ. എന്റെ മോട്ടോ, നിനക്ക് കാലുണ്ടല്ലോ, എന്തിനാ ചാടുന്ന? നടന്നു വന്നാ പോരെ? ശരിയല്ലേ? കാലഗ്രഹ,
നിന്റെ കാലനിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ നിന്നും മോട്ടും പത്തിലും നിന്റെ കഥ കഴിക്കാനെത്തി. ഇനിയും സമയമുണ്ട്. വേഗം ഇവിടുന്ന് ഓടിപ്പോയ്ക്കോ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഇവര് വിളിച്ചതല്ലാതെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചെല്ല്, ചെല്ല്, പയ്യെ ചെല്ല്. എന്റെ അമ്മേ. ഏയ്, നിക്ക് നിക്ക്, ഇങ്ങനെ ഓടിക്കളിക്കല്ലേ, നിക്ക്. ഇതെന്താ ഇങ്ങനത്തെ ഒരു വഴക്ക്? ഒരു സ്ഥലത്ത് നിന്ന് വഴക്കണേ. ഞങ്ങളെന്ത് ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചിട്ട് തോൽപ്പിക്കാറാ പതിവ്. ഞങ്ങള് തന്ന വാക്ക് പാലിച്ചു. ഇനി നിങ്ങൾ ഞങ്ങളെ തിരിച്ചയക്ക്. അല്ല, അവൻ ഇതുവരെ തോൽവി സമ്മതിച്ചിട്ടില്ല. അവന്റെ കയ്യിലുള്ള ഗണ്ണ് വാങ്ങിക്കണം. അപ്പോഴേ ഞങ്ങളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ കഴിയൂ. പിന്നെ അവന് നമ്മളുടെ ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്യും. അപ്പോഴേ അവനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? സത്യമാണോ? അത് സത്യ. ആ ഗണ്ണിൽ നിന്ന് ചുമന്ന ലൈറ്റ് അടിക്കുമ്പോ കല്ലായിട്ട് മാറും. പച്ച ലൈറ്റ് അടിക്കുമ്പോ തിരിച്ച് ശരിക്കുള്ള രൂപം കിട്ടും. രക്ഷിക്കണേ. പിടിച്ചു. അതിങ്ങോട്ട് എറിയേ. പത്തിലോ പിടിക്ക്. നിങ്ങൾ ഇത് എന്തായി കാണിക്കുന്നേ? ആ കണ്ണ് വേഗം എന്റെ കയ്യിലേക്ക് താ. ഇന്ന പിടിച്ചോ. ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്. ഇപ്പൊ കാണിച്ചു തരാം. ഇതെന്താ വർക്കാവാത്തത്? സോറി. പത്തില് നീ വിഷമിക്കണ്ട. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആദ്യം ഈ കശ്മലിന്റെ കഥ കഴിക്കട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ രക്ഷിക്കാം. ഒന്ന് നിർത്തൂ, മതിയാക്കൂ. എന്റെ തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ കുറച്ചേരം ഇതുപോലെ കല്ലായി നിക്ക്. ആദ്യം പോയി ഞാൻ എന്റെ കൂട്ടുകാരെ രക്ഷിക്കട്ടെ. ഇല്ല ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എല്ലാം കല്ലായി പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇവിടുന്ന്? പത്തിലു, നീ ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പത്തിലു. എന്റെ മോട്ടോ അതിലേക്ക് ബാറ്ററിയുടെ എന്റെ ബാറ്ററിയുടെ ചാർജ് മുഴുവൻ ഇറങ്ങിയിരിക്കുക. അപ്പോഴാണ് അവന്റെ ഒരു ബാറ്ററി. മോട്ടോ തോക്കിന്റെ ബാറ്ററി താഴെ വീണ് കിടക്ക. ഇനി നിങ്ങൾ കാണും ഈ വലിയേട്ടന്റെ കളികളൊക്കെ. മതി മതി, എന്നെ ഇനി കല്ലാക്കുന്നത് നിർത്തൂ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇനി എന്റെ വീട്ടിൽ പൊക്കോട്ടെ. അമ്മേ, ഇനിയെങ്കിലും ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടൂ. ഞങ്ങളെത്തി. ഓ മോട്ടു പത്ലു, നിങ്ങൾ തിരിച്ചെത്തിയോ? നിങ്ങളെ കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ ഇയാളോട് ചോദിച്ചു നോക്ക്.
അല്ല ഞങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ദേ ഈ തോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് തോക്കാ? എന്തേ ഈ 440 വാട്ടുള്ള ഗണ്ണൊന്ന് അമർത്തിയാലുണ്ടല്ലോ നീ ഇവിടെ പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കും കാണണം. രക്ഷിക്കണേ, ഇതിനാ പറയുന്നത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന്.